നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. മാവോയിസ്റ്റ് ബന്ധമാരോപിച്ച് കേരളീയം മാസികയുടെ ഓഫീസിനെതിരെയുണ്ടായ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം തുടരുന്നു. തൃശ്ശൂരിലും കോഴിക്കോടും കൊച്ചിയിലും പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും നടന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സായുധ പോലീസ് സംഘം ഓഫീസിലെത്തി ജീവനക്കാരുൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തത്. കേരളീയത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച കോഴിക്കോട് നഗരത്തിൽ ജനകീയ മാധ്യമ പ്രവർത്തനം മാവോയിസമല്ല എന്ന മുദ്രാവാക്യമുയർത്തി പ്രകടനവും പൊതുയോഗവും ചേർന്നു. മാധ്യമപ്രവർത്തകരായ NP രാജേന്ദ്രൻ, കമാൽ വരദൂർ, വിധു വിൻസെന്റ്, RMP നേതാവ് K ഹരിഹരൻ, ആസാദ്, K അജിത തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ തെക്കേ ഗോപുരനടയിലും കൊച്ചിയിലും പ്രതിഷേധ യോഗങ്ങൾ നടന്നു. കഴിഞ്ഞ 16 വർഷത്തിലേറെയായി തൃശൂർ കൊക്കാലയിലെ ഓഫീസിൽ കേരളീയ മാസികയുടെ പ്രവർത്തനമുണ്ട്. ജനകീയ സമരങ്ങൾ, പരിസ്ഥിതി, മനുഷ്യാവകാശ വിഷയങ്ങൾ എന്നിവയിലൂന്നിയാണ് കേരളീയത്തിന്റെ പ്രവർത്തനം. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മാവോയിസ്റ്റ് ബന്ധമാരോപിച്ച് സായുധരായെത്തിയ 30ഓളം വരുന്ന പോലീസ് സംഘം ഓഫീസിൽ കയറി 3 പേരെ കസ്റ്റഡിയിലെടുത്തത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇവരെ വിട്ടയച്ചു. സ്വിസ് പൗരൻ ജൊനാഥൻ ബോർഡിനെ ഇതേ ആരോപണം ഉയർത്തി അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരെ വലിയ വിമർശനം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് തൃശൂരിൽ ഇത്തരമൊരു നടപടി വീണ്ടും ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട്, കൊച്ചി ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തൃശൂർ. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ BRP ഭാസ്കർ, ശ്രീ NP രാജേന്ദ്രൻ, ശ്രീ CR നീലകണ്ഠൻ, കേരളീയം പ്രവർത്തകൻ ശ്രീ റോബിൻ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ റോബിൻ, എന്നാണ് കേരളീയം ആരംഭിച്ചത്? എന്താണ് ആ മാസികയുടെ ഉള്ളടക്കം? 1998 നവംബറിലാണ് കേരളീയം, ജാഗ്രതയുടെ കേരളീയം മാസികയായിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് പ്രധാനമായിട്ടും പരിസ്ഥിതി സംരക്ഷണവും ജനകീയ സമരങ്ങളുടെയും മനുഷ്യാവകാശത്തിൻ്റെയും സ്ത്രീനീതിയുടെയും ദളിത് ആദിവാസി അവസ്ഥകളുടെയും മെച്ചപ്പെട്ട രീതിയിലുള്ള അവസ്ഥകൾ ജനങ്ങളുടെ മുമ്പിലെത്തിക്കാനും നീതിപൂർവമായിട്ടുള്ള യാതനകളില്ലാത്ത ലോകത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് സാമൂഹ്യ പ്രവർത്തകരെ മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് കേരളീയ മാസിക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റോബിൻ, മാവോയിസ്റ്റുകളുമായി നിങ്ങൾക്ക് എന്താണ് ബന്ധം? പോലീസ് നിങ്ങളുടെ ഓഫീസ് റെയ്ഡ് ചെയ്തു, പ്രവർത്തകരെ ചോദ്യം ചെയ്യാൻ കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം പോലീസിൻ്റെ മറുപടി, വിശദീകരണം എന്തായിരുന്നു? 23-ാം തീയതി കരുണാകരൻ, കേരള മുഖ്യമന്ത്രി, ശക്തനായിട്ടുള്ള ലീഡർ മരിച്ചതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ദിവസത്തിൻ്റെ അന്ന് രാത്രി 12:45, 22-ാം തീയതി 12:45 കേരളത്തിൻ്റെ സുഹൃത്തുക്കളും ജോലിക്കാരുമായിട്ടുള്ള 3 പേരെ 40ഓളം വരുന്ന സായുധരായിട്ടുള്ള പോലീസുകാർ വന്ന് കസ്റ്റഡിയിലെടുക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മാസികകൾ, ലഘുലേഖകൾ, കേരളത്തിലുള്ള ചില നോട്ടീസുകൾ, ചില പുസ്തകങ്ങൾ, പ്രവർത്തകരുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ ഉൾപ്പെടെ കേരളം പൂട്ടി താക്കോല് പോലീസ് സ്റ്റേഷനിലേക്ക്, തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്, സായുധരായുള്ള സംഘമാണ് വലിയ സന്നാഹങ്ങളോടെ വന്ന് കൊടും ഭീകരരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോയതായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ നമുക്ക് നൽകിയിട്ടുള്ള വിവരം. പോലീസ് സ്റ്റേഷനിൽ മാന്യമായിട്ടുള്ള പെരുമാറ്റം ലഭിച്ചു എന്നുള്ളത് ഒരു ഔദാര്യമായിട്ടല്ല നമ്മൾ കാണുന്നത്. ജനമൈത്രി പോലീസും ശത്രു പോലീസിനെ പോലെ പെരുമാറേണ്ടതല്ല. പോലീസ് ജനങ്ങളെ സഹായിക്കാനും മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. ജനദ്രോഹകരായിട്ടും ജനശത്രുക്കളായിട്ട് പെരുമാറുന്ന സംവിധാനത്തിന് പകരമായിട്ടും മര്യാദയ്ക്ക് പെരുമാറി എന്നുള്ളത് ഒരു അവകാശം അവർ ചെയ്യുന്നുള്ളൂ മാത്രത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതൊരു അനർഹമായിട്ടുള്ളൊരു സംവിധാനമായിട്ടല്ല. അതോടൊപ്പം തന്നെ എന്തിനു വേണ്ടി റെയ്ഡ് ചെയ്തു? ഒരു പത്രസ്ഥാപനം, ഒരു മാധ്യമ സ്ഥാപനം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അത്യപൂർവമായിട്ട് റെയ്ഡ് ചെയ്യപ്പെടുന്നൊരു സംഭവമാണ് ഉള്ളത്. അത് എന്തിനു വേണ്ടി റെയ്ഡ് ചെയ്തു എന്നുള്ളതിനെ പറ്റി തൃപ്തികരമായുള്ള വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് വിവിധ തലങ്ങളിൽ നിന്ന് ഇതുവരെയും ലഭ്യമായിട്ടില്ല. വിശദീകരിക്കാൻ ബാധ്യസ്ഥനല്ല എന്നാണ് ACP ഞങ്ങളോട് വ്യക്തമാണ്. ശ്രീ BRP ഭാസ്കർ, കേരളീയം മാസികയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയതും പ്രവർത്തകരെ ചോദ്യം ചെയ്തതും മാവോയിസ്റ്റുകളെ നേരിടുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് എന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം. ഇത് എത്രത്തോളം മാധ്യമ സ്വാതന്ത്ര്യത്തെ അതിനെ ബാധിക്കുന്നതാണ്? എന്തുകൊണ്ട് ഭരണകൂടം ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നു എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഈ മാവോയിസ്റ്റ് പ്രവർത്തകർക്കെതിരെയുള്ള ഒരു വേട്ട കുറച്ച് നാളായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ കുറെ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ കാര്യമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് മാധ്യമങ്ങൾ കൂടി
ലഭിക്കുന്നുണ്ട് ആ റിപ്പോർട്ടുകൾക്ക്. അതനുസരിച്ചിട്ട് മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ മാവോയിസ്റ്റുകളെ കാര്യമായിട്ട് ആരെയും കിട്ടിയിട്ടില്ല. ഏതായിരുന്നാലും അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മാവോയിസ്റ്റ് പ്രവർത്തനം നടക്കുന്നുണ്ട്, വിധ്വംസ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് ജാഗ്രത പാലിക്കുന്നതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ഈ കേരളീയത്തിൽ നടത്തിയ റെയ്ഡിനെ നമുക്ക് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയില്ല. അതൊരു പ്രസിദ്ധീകരണമാണ്, മാസികയാണ്. അതിന്റെ ഒരു ലക്കമെങ്കിലും കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം അത് വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ചുമതലാബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. അതിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ജനകീയ സമരങ്ങളെ കുറിച്ചുള്ള വളരെയധികം വിവരങ്ങൾ കൈമാറപ്പെടുന്നത്. പല സ്ഥലങ്ങളിലും ജനകീയ സമരങ്ങൾ നടക്കുന്നുണ്ട്. അതിലേക്ക് ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ സമരങ്ങളെ കുറിച്ച് അറിയാം. പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന സമരങ്ങളെ കുറിച്ചൊക്കെ അവരറിയുന്നത് ഇതിൽ കൂടിയാണ്. അത് പ്രത്യേകിച്ചും പൊതുമാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര താല്പര്യമെടുക്കാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ് മീഡിയ കൂടിയാണ് ഈ വിവരങ്ങൾ പോകുന്നത്. അങ്ങനെയുള്ള ഒരു പ്രസിദ്ധീകരണമാണത്. ഇനിയിപ്പോ ഇന്റലിജൻസുകാർ പോലീസിന് വിവരം കൊടുത്തു വന്നിരിക്കട്ടെ, അവിടെ മാവോയിസ്റ്റുകൾ വരുന്നു എന്നുള്ള ഒരു വിവരം കിട്ടിയെന്നിരിക്കട്ടെ, എന്താണ് പോലീസ് ചെയ്യേണ്ടത്? അവിടെ കയറി ഉടനെ തന്നെ അർദ്ധരാത്രിക്ക് കയറി അതിക്രമം കാണിക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടോ? അത് ആ പ്രദേശ നിരീക്ഷണത്തിൽ വെക്കണം. ആരൊക്കെയാണ് വരുന്നതും പോകുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇനി നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവരൊക്കെ ഓടിപ്പൊക്കിളയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും വലിയ വിധ്വംസ പ്രവർത്തനം നടത്തിക്കളയുമെന്നുള്ള ഭയം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആ പ്രദേശം നിരീക്ഷണത്തിൽ വെച്ചുകൊണ്ടിട്ട് അവരെ പകല് ഓഫീസിനകത്ത് കയറി വേണമെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഈ അർദ്ധരാത്രിയിൽ ഇത് ചെയ്യുന്നത് അത് പോലീസിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. ഒരു ഫ്യൂഡൽ കൊളോണിയൽ സംവിധാനത്തിന്റെ പ്രവർത്തന രീതിയിൽപ്പെടുന്ന ഒന്നാണത്. അതായത് ഭയപ്പെടുത്തുക എന്നുള്ളത്, ആളുകളെയെല്ലാം ഭീഷണിപ്പെടുത്തുക എന്നുള്ളത്. ഇത് ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുവാൻ സർക്കാർ തയ്യാറാകണം. കാരണം ഒരു ജനസൗഹൃദ പോലീസാണ്. ഇപ്പോൾ റോബിൻ പറഞ്ഞു അവർ മര്യാദയായിട്ടൊക്കെയാണ് പെരുമാറിയെന്ന്, നല്ലത്. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ ഈ അർദ്ധരാത്രി ആ പ്രദേശം റെയ്ഡ് ചെയ്യാൻ ഉത്തരവ് കൊടുത്ത ഉദ്യോഗസ്ഥൻ അയാൾ ചെയ്തത് ജനാധിപത്യ വിരുദ്ധമാണ്, മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെതിരായ ഒരു നടപടിയാണ്. ആ മനുഷ്യനെതിരെ വ്യക്തമാണ്. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ NP രാജേന്ദ്രൻ, വയനാട്ടിൽ മാവോയിസ്റ്റ് തണ്ടർബോൾട്ട് ഏറ്റുമുട്ടലുണ്ടായി എന്ന വാർത്ത വന്നതിൻ്റെ പിറ്റേ ദിവസം രമേശ് ചെന്നിത്തല നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ മാവോയിസ്റ്റുകളുണ്ടോ, എവിടെയാണ് ഏറ്റുമുട്ടൽ നടന്നത്, അതിൻ്റെ വിശദാംശങ്ങൾ എന്ത് എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകനോട് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇത്തരം ചോദ്യങ്ങൾ സംസ്ഥാന താൽപ്പര്യത്തിന് വിരുദ്ധമാണ് എന്നാണ്. മാധ്യമങ്ങളിൽ ഇപ്പോഴും ഇത് സംബന്ധിച്ച നിരവധി വാർത്തകൾ, കഥകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരു മുൻ അനുഭവം നമുക്കുണ്ട്. ഇപ്പോൾ നക്സൽ വർഗീസിനെ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത, അത് നേരിട്ട് കണ്ട പോലെ റിപ്പോർട്ട് ചെയ്താണ് മാധ്യമങ്ങൾ. പക്ഷെ പിന്നീട് രാമചന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നത് എന്ന് പുറത്തു വന്നു. മാധ്യമങ്ങളും മാവോയിസ്റ്റുകളും അല്ലെങ്കിൽ മാധ്യമങ്ങളും നക്സലുകളും തമ്മിൽ അത്തരത്തിലൊരു ബന്ധം, ഓഫീസുകൾ റെയ്ഡ് ചെയ്യുക, അവരെ പിടികൂടുക, ആ മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങളോട് നിൽക്കട്ടെ, സമാന്തര മാധ്യമങ്ങളാണ് കേന്ദ്രം. ആ പ്രചാരണം എത്രത്തോളം ശരിയാണ്? മാധ്യമങ്ങൾ അങ്ങനെ ഇവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും സ്ഥാപനം, മാധ്യമങ്ങളുടെ ചെറുതോ വലുതോ ആയിട്ടുള്ള മുഖ്യധാരയിലോ അല്ലാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മാധ്യമം ഈ കാലത്തിനിടയിൽ നക്സലൈറ്റുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ മാവോയിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും പ്രവർത്തനം നടത്തിയതായിട്ട് ഒരു സൂചനയും ആരും പുറത്തു കൊണ്ടുവന്നിട്ടില്ല. നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഇന്റലിജൻസും പോലീസിന്റെ മേലധികാരികളുമായിട്ടുള്ള ആളുകളും നടത്തുന്ന പ്രചരണങ്ങൾക്ക്, അവർ നാട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഭീതി വളർത്താൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് മാധ്യമങ്ങൾ കൂടി കൂട്ടുനിൽക്കുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അവർ നൽകുന്നതായി പുറത്തു കൊടുക്കുന്ന ചില വിവരങ്ങൾ, ചുംബന സമരത്തിന്റെ പിന്നിൽ മാവോയിസ്റ്റുകളുണ്ട്, മറ്റതിലുണ്ട്, മറച്ചതിലുണ്ട് എന്ന രീതിയിലുള്ള ഒരു തെളിവും ഒന്നുമില്ലാതെ ഇന്റലിജൻസ് നൽകുന്ന വിവരങ്ങൾ വലിയ സത്യങ്ങളായി പലപ്പോഴും കൊണ്ടുവരികയാണ് നമ്മുടെ പരമാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് എന്റെ ആക്ഷേപം. പഴയ കാലത്ത് എടുത്തു കഴിഞ്ഞാൽ പോലും നക്സൽ വർഗീസിന്റെ കാലം മുതലുള്ള സംഭവം എടുത്തു കഴിഞ്ഞാലും പോലീസിന്റെ വേർഷൻ സ്വീകരിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് അന്വേഷണം നടത്തി സത്യം കണ്ടെത്താൻ ശ്രമിക്കാതെ പോലീസ് വേർഷൻ സ്വീകരിച്ച് അതേപടി പ്രസിദ്ധീകരണത്തിൽ നൽകുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ഭാഗത്ത് വരുന്ന വീഴ്ചകൾ. പലപ്പോഴും സത്യം കണ്ടെത്താതെ പോകുന്നതും അതുകൊണ്ടാണ്, ആളുകൾ അനാവശ്യമായ ഭീതി ഉണ്ടാകുന്നതും അതുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു.
ദയവായി തുടരുക. ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ ശ്രീ NP രാജേന്ദ്രനാണെങ്കിലും അതല്ലെങ്കിൽ അതിനു മുമ്പ് BRP ഭാസ്കർ ആണെങ്കിലും കേരളീയത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് കേരളീയം? എന്താണ് താങ്കൾക്കതിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം, ഇത് മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ മംഗളത്തിലോ ഏറ്റവും ചെറിയ പത്രത്തിലോ ആണെങ്കിൽ പോലും ചെയ്യാൻ പോലീസ് ധൈര്യപ്പെടുമോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ധൈര്യപ്പെടില്ല. ഞാൻ രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്നു. ധൈര്യപ്പെടില്ല. ഇപ്പോൾ മംഗളത്തിൻ്റെയോ മനോരമയുടെയോ ഓഫീസിൽ ഒരു മാവോയിസ്റ്റ് ഉണ്ട് എന്നൊരു ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഉടനെ അവിടെ പോയി റെയ്ഡ് ചെയ്യൂ? ചെയ്യില്ല. അവിടുത്തെ പത്രാധിപരെ വിളിക്കും, അതിൻ്റെ ഓണറെ വിളിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആളുകളെ വിളിക്കും. ഇത് കേരളീയമായതുകൊണ്ടാണ് ഒന്ന്. രണ്ട്, കേരളീയം ഇവർക്ക് കണ്ണിലെ കരടാണ്. നേരത്തെ റോബിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 97 മുതൽ 98 കാലം മുതൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാനതിൽ നിരന്തരം എഴുതിയിരുന്ന ഒരാളാണ്. നിരന്തരം എഴുതിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ മറ്റൊരു മാധ്യമവും എഴുതാത്ത തരത്തിലുള്ള സമരങ്ങൾ. ഇപ്പോൾ പ്ലാച്ചിമട, എക്സ്പ്രസ് ഹൈവേ, കരിമണൽ ഖനനം, ലാലൂര്, വിളപ്പിൽശാല, ഇങ്ങനെ കേരളം കണ്ടിട്ടുള്ള വളരെ നിർണായകമായ എല്ലാ സമരങ്ങളുടെയും ആദ്യത്തെ ലേഖനം വന്നിട്ടുണ്ടാവുക കേരളീയത്തിലാണ് എന്നെനിക്ക് ധൈര്യമായി പറയാൻ കഴിയും. പലതും എഴുതിയിട്ടുള്ള ആൾ ഞാനാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ സമരങ്ങളെ മുഖ്യധാരയിലേക്ക് പരിചയപ്പെടുത്തുന്നു? മുഖ്യധാര അതിനേക്കാളും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ സമരങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു അച്ചടിച്ച പ്രസിദ്ധീകരണത്തിൽ ഞങ്ങളുടെ സമരങ്ങളെക്കുറിച്ച് വന്നു എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പ്രത്യേക സ്വഭാവം കൂടിയുണ്ട്. അതൊരു വലിയ ധൈര്യമാണ്. ഒരു അച്ചടി മാധ്യമത്തിൽ വന്നു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ധൈര്യം കൊടുക്കാൻ ഇതുപോലെ നിരവധി കാര്യങ്ങളിൽ കേരളീയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും പ്രശ്നം എന്താ? ഇപ്പോഴും കേരളീയം ഉന്നയിക്കുന്ന കാര്യങ്ങൾ, അത് വികസനം സംബന്ധിച്ച്, പരിസ്ഥിതി സംബന്ധിച്ച്, സ്ത്രീ വിഷയങ്ങൾ സംബന്ധിച്ച്, അത്തരം നിരവധി ചോദ്യങ്ങൾ, ബദൽ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും തന്നെ ഒരു വേണ്ട രൂപത്തിൽ എടുത്തിട്ടില്ല. കുറച്ച് കച്ചവട മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ ബദലിനൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോഴും കേരളീയം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ത്രെഡ് വരുന്നില്ല. ഒരു പക്ഷേ സോഷ്യൽ മീഡിയ കുറച്ച് അത് ചെയ്തു തുടങ്ങിയത് കൊണ്ട് ഒരു പക്ഷേ കുറച്ചൊരു വ്യത്യാസം കേരളത്തിനുണ്ടാകും. പക്ഷേ എങ്കിൽ പോലും കേരളത്തിന് പ്രാധാന്യം അത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നും കേരളീയം കേരളത്തിലെ ഏക അത്തരത്തിലുള്ളൊരു മാസികയാണ്. ഏകം ഒരു. ശ്രീ CR നീലകണ്ഠൻ, അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് മാവോയിസ്റ്റ് വേട്ടയുടെ മറവിൽ പരിസ്ഥിതി, അതുപോലെങ്കിൽ അഴിമതി, അതല്ലെങ്കിൽ മറ്റ് ക്രമക്കേടുകൾ, ഇതെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കണം, കേരളത്തിൽ നടക്കുന്ന തെറ്റുകൾ ഇന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പ്രസിദ്ധീകരണങ്ങളെ, അതിൻ്റെ പ്രവർത്തകരെ, അതുമായി ബന്ധപ്പെട്ട ആശയവിനിമയ രീതികളെ എല്ലാം ഇതിൻ്റെ മറവിൽ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് എന്ന് വിലയിരുത്തേണ്ടി വരില്ലേ? ഉറപ്പായും കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഒരു ഭരണകൂടം നിലനിൽക്കുന്ന സ്ഥലത്ത് അതിനെ ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ള ആരെയും വെല്ലുവിളിക്കും. ഇപ്പം നമുക്ക് ഡോക്ടർ ബിനായക് സെന്നിൻ്റെ വളരെ പ്രസിദ്ധമായ കേസുണ്ടല്ലോ. ബിനായക് സെന്നെ എന്തിനാണ് അവിടുത്തെ ഭരണകൂടം അറസ്റ്റ് ചെയ്തത്? പാർട്ടികൾ മാറിയേക്കാം. അത് ഛത്തീസ്ഗഡിൽ BJP ആവാം, കേരളത്തിൽ ഇപ്പോൾ നേരത്തെ ആഭ്യന്തരമന്ത്രിയുടെ കാര്യം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി ഒരു ശിക്ഷിക്കില്ല, ഒരാളെ ശിക്ഷിക്കില്ല. BRP പറഞ്ഞതുപോലെ ഒരു ശിക്ഷയും കൊടുക്കില്ല. മാത്രമല്ല ആഭ്യന്തരമന്ത്രി പരസ്യമായി ഇതിനെ ന്യായീകരിച്ചു. ഇനിയും ഞങ്ങൾ സംശയമുണ്ടെങ്കിൽ ഇതുപോലെ റെയ്ഡ് ചെയ്യും. ആരെ റെയ്ഡ് ചെയ്യും? അത് അവിടെയാണ് ഈ കൃത്യമായും കേരളീയം എന്ന് പറയുന്ന മാസികയിൽ കൂടെ റെയ്ഡിലൂടെ ഇനി ഇത്തരത്തിൽ എഴുത്തൊന്നും വേണ്ട, നിങ്ങൾ ഈ ബദലിനെക്കുറിച്ചോ റെസിസ്റ്റൻസിനെ കുറിച്ചോ ഒന്നും നിങ്ങൾ പറയേണ്ടതില്ല. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ മാവോയിസ്റ്റാവും. നമുക്കറിയാം പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതിയുടെ നേതാക്കളെ മാവോയിസ്റ്റും സിമിയൊക്കെ ആയി കൊണ്ടുവരാൻ നടത്തിയ ഒരു ശ്രമങ്ങൾ, അത് പിന്നെ പോലീസിന് തന്നെ അത് ബോധ്യം വന്ന് ഒഴിവായതാണ്. ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് മാവോയിസ്റ്റാണെന്ന് പറയാം, ആരെ വേണമെങ്കിലും ജയിലിലടയ്ക്കാം. പലതരം കരിനിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതുപയോഗിച്ച് ഈ ഒരു ടെററിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി എല്ലാ പ്രതിരോധങ്ങളെയും അടക്കുക. ഇവിടെ ഏത് കൈക്കൂലി അതിൻ്റെ അങ്ങേയറ്റം വന്നിരിക്കുന്നു, അഴിമതി അതിൻ്റെ അങ്ങേയറ്റം വന്നിരിക്കുന്നു, കെടുകാര്യസ്ഥത അങ്ങേയറ്റം വന്നിരിക്കുന്നു, ജനങ്ങളുടെ ഒരു വിഷയത്തിലും ഭരണകൂടം ഇടപെടുന്നില്ല എന്നുറപ്പ് വന്നിരിക്കുന്നു. അത് കഴിയുമ്പോൾ ജനങ്ങൾക്ക് എന്താ ചെയ്യുക? ജനങ്ങൾക്കുള്ള ഈ വളരെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സാധ്യതകളെ പോലും ഒരു കാലത്തും വരരുത് എന്ന് കാണിക്കുകയാണ്. ശ്രീ BRP ഭാസ്കർ, ഇപ്പോൾ കേരളീയത്തിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നു. അതിന് പിന്നാലെ ഇന്നിപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് വരുന്ന വാർത്ത ഫേസ്ബുക്ക് കൂട്ടായ്മ പോലീസ് നിരീക്ഷണത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുക, അതല്ലെങ്കിൽ മാർക്സൻ ലെനിനിസം, മാവോയിസം അല്ലെങ്കിൽ അത്തരം സാമൂഹ്യ കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കുക, അതിന് പിന്തുണയ്ക്കുക, അത്തരം ഫേസ്ബുക്ക് കൂട്ടായ്മകൾ കൂടി പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നു. അടിയന്തരാവസ്ഥയൊന്നുമല്ലല്ലോ കേരളത്തിൽ. മാവോയിസ്റ്റുകളുണ്ടെങ്കിൽ അവരെ പിടികൂടാമല്ലോ. പരിസ്ഥിതി, ആദിവാസി, ദളിത്, സ്ത്രീ സമത്വം, ഇത്തരം മേഖലകൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികൾ, കൂട്ടായ്മകൾ, ഇവരെയെല്ലാം മാവോയിസത്തിൻ്റെ പേരിൽ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ അത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തുകൊണ്ട് വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല?
ഈ ഏതെങ്കിലും ഒരു വിഭാഗം പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അല്ലെങ്കിൽ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലാണ് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നാൽ അതിനെക്കുറിച്ച് ഓർത്ത് ബേജാറാവേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് പോലീസിന്റെ പണിയുടെ ഭാഗമാണ്. രാജ്യത്ത് എന്താ നടക്കുന്നതെന്നുള്ളത് അറിയുക, അതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകുക എന്നുള്ളത്. പക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾ അവരുടെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള സമീപനം കൊണ്ട് വലിയ അപകടം വരുത്തി വയ്ക്കുന്നുണ്ട്. അതിന്റെ പല തെളിവുകളും നമുക്കറിയാം. ഇപ്പൊ നേരത്തെ തന്നെ താങ്കൾ തന്നെ പരാമർശിച്ചല്ലോ, വർഗീസിന്റെ കൊലപാതകത്തെ കുറിച്ച് അന്ന് നടന്ന റിപ്പോർട്ടുകൾ കണ്ടകമാതിരി റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. വർഷങ്ങൾക്ക് ശേഷമാണ് എന്താണ് നടന്നതെന്നുള്ളത് പുറത്തു വരുന്നത്. ആ തരത്തിലുള്ള, അതായത് ഈ സംഭവങ്ങളെ കുറിച്ച് അറിയുന്നില്ല, പോലീസുകാർ കൊടുക്കുന്ന വിവരമാണ്, അത് തങ്ങൾ കണ്ട മാതിരി അതേമാതിരി വിശ്വസിച്ചുകൊണ്ട് ആ രീതിയിൽ പുറത്തു നൽകുന്ന ഒരു സ്വഭാവം, അത് തികച്ചും അൺപ്രൊഫഷണലാണ് എന്ന് മാധ്യമങ്ങൾ തിരിച്ചറിയണം. അതാണ് നമ്മൾ ISRO കേസിൽ കണ്ടത്. ഇത്രയൊക്കെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ പാഠം പഠിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സംഭവമാണ്. വ്യക്തമാണ്. ദയവായി തുടരുക. ഇപ്പോൾ മാധ്യമം ഗ്രൂപ്പ് എഡിറ്റർ ശ്രീ ഒ അബ്ദുറഹ്മാൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ഒ അബ്ദുറഹ്മാൻ, മാധ്യമ പ്രവർത്തനത്തിന്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ മാവോയിസ്റ്റ് ബന്ധത്തിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ ബദൽ കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ അവരുമായി ബന്ധപ്പെടുന്നതിൻ്റെ പേരിൽ ഓഫീസ് റെയ്ഡ് ചെയ്യുക, അവർ അച്ചടിച്ച് ഇതുവരെ പുറത്തു നൽകിയിരുന്ന മാസികകൾ പിടിച്ചെടുക്കുക, അതിൻ്റെ പ്രവർത്തകരെ ചോദ്യം ചെയ്യുക, ഏത് രീതിയാണ് ഭരണകൂടം ഇക്കാര്യത്തെ സ്വീകരിക്കുന്നത്? ഇത് എങ്ങോട്ടാണ് കേരളത്തെ നയിക്കുന്നത്? നേർക്കുനേരെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പരിമിതിയുണ്ട്. അതായത് അത് ഫ്രീഡം ഓഫ് പ്രസ് വ്യക്തമായിട്ട് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അതുണ്ട്. അതിന്റെ തണലിലാണ് ഇപ്പോൾ ഇതുവരെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ മാധ്യമ പ്രവർത്തനത്തിന് പ്രത്യേകമായ സുരക്ഷ നമ്മുടെ ഭരണഘടന നൽകുന്നില്ല എന്ന പേരിൽ സർക്കാരുകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അത്യാചാരങ്ങളിൽ ഏർപ്പെട്ടതിന് കഴിഞ്ഞ കാലത്തും ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ നടത്തിയിരിക്കുന്ന റെയ്ഡും അതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അതായത് ഞങ്ങൾ മാവോവാദികളുടെ ഭാഗത്തുള്ള ആക്രമണം രൂക്ഷമാകുമ്പോൾ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഭീഷണി രൂക്ഷമാകുമ്പോൾ അതിന് സോഴ്സുകൾ കണ്ടുപിടിക്കാൻ മത്സരാണെന്ന മട്ടിൽ നിയമപാലകർ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ റെയ്ഡ് ചെയ്യുകയും പലരെയും ചോദ്യം ചെയ്യുകയുമാണ്. തീർച്ചയായും ഇത് ഹറാസിംഗ് ആണ്. പക്ഷേ അത് തടയാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിന് തങ്ങൾക്ക് അധികാരമുണ്ട് എന്ന മട്ടിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ശ്രീ അബ്ദുറഹ്മാൻ, അത് തടയേണ്ട ഉത്തരവാദിത്തം. സാധാരണ ഇതിൽ ഭരണകൂട സംവിധാനങ്ങൾ അവർക്ക് അനുകൂലമായ വാർത്തകൾ വരട്ടെ, അതിനെതിരായ വാർത്തകൾ വരാതിരിക്കാൻ ആഗ്രഹിക്കും. ആഭ്യന്തരമന്ത്രി തന്നെ ഒരിക്കൽ അത് വ്യക്തമാക്കിയിരുന്നു, ഇതിൽ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന്. അതുപോലെ തന്നെ വെള്ളമുണ്ടയിൽ നടന്ന ഏറ്റുമുട്ടലിൻ്റെ വിശദാംശങ്ങൾ പോലീസ് നൽകിയതാണ് മാധ്യമങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ 1-ാം തീയതി ആഭ്യന്തരമന്ത്രി ഈ പ്രദേശം സന്ദർശിക്കുന്നു, അപ്പോൾ കൂടെ കൊണ്ടുപോകാം എന്ന ആ എംബഡഡ് ജേർണലിസത്തിൻ്റെ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. മുഖ്യധാര മാധ്യമങ്ങൾക്കും ഇക്കാര്യത്തിൽ ഒരു പങ്കില്ലേ? തീർച്ചയായിട്ടും അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന പ്രവണത മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഇത്തരം ഗവൺമെന്റ് സർക്കാരിന്റെ ഭാഗത്തുള്ള അവരുടെ അത്യാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നേരത്തെ മുത്തങ്ങയിൽ ആദിവാസി ഭൂമി കൈയേറ്റം നടന്നപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ പത്രങ്ങളിൽ എഴുതുന്ന ഓർമ്മ ഉണ്ടാവുമല്ലോ. ഗ്രൂപ്പാണ് ഇതിന്റെ പിന്നിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തങ്ങയെ ഒരു പ്രത്യേക സംസ്ഥാന രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് എഴുതി വിട്ടത്. ഇപ്പൊ ഇത്തരത്തിലുള്ള നടപടികൾ, അതായത് മുഖം അല്ലെങ്കിൽ ഏത് പക്ഷമെന്ന് നോക്കാം, സത്യത്തിന്റെ അല്ലെ നീതിയുടെ പക്ഷത്ത് നിൽക്കാതെ ഗവൺമെന്റ് പറയുന്ന, പോലീസ് പറയുന്ന വേർഷൻ അപ്പാടെ വിശ്വസിച്ചുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനം അടുത്ത കാലത്ത് മുഖ്യധാരാ പത്രങ്ങൾ വളർന്നു വരികയാണ്. അതിപ്പോഴും തുടരും. അതിന്റെ ഒരു ഭാഗം കൂടിയാണ്. റോബിൻ, കേരളീയം ഇനിയും അതിൻ്റെ പഴയ നിലപാടുകളുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം, അതോ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭീഷണിക്ക് വഴങ്ങാനോ? കേരളീയം പ്രവർത്തകരെ സംബന്ധിച്ചോളം ജനാധിപത്യത്തിനും സമാധാനപരമായുള്ള സമരത്തിനും അതുപോലെ തന്നെ നശീകരണ വികസനത്തിനെതിരായിട്ടുള്ള നിലപാടുകളിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു തടസ്സവും നിൽക്കുന്നില്ല. മാത്രമല്ല അതിൻ്റെ അനിവാര്യത, അടിയന്തരമായിട്ട് അത്തരം പ്രവർത്തനങ്ങളിൽ കൂടുതൽ മേന്മയോടെയും കൂടുതൽ ശ്രദ്ധയോടെയും തുടരാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ബാധ്യസ്ഥത കൂടി നമുക്കുണ്ട്. കാരണം ഈ കാര്യത്തിൽ ഇന്ന് നിലവിൽ വേണ്ടത്ര മാധ്യമങ്ങൾ നിർഭയമായി പ്രവർത്തിക്കാനും സ്വമേധയാ സന്നദ്ധമായി പ്രവർത്തിക്കാനും ജനകീയ ഇച്ഛ പ്രകടിപ്പിക്കാനും വേണ്ടിയിട്ട് സന്നദ്ധമാകാത്ത, ഭയപ്പെടുത്തി ജനകീയ പ്രശ്നങ്ങളെ ഒതുക്കാമെന്നുള്ള വ്യാമോഹവുമായി നിൽക്കുന്ന ഭരണാധികാരികൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് സമ്പ്രദായത്തിൽ നിർഭയമായി പ്രവർത്തിക്കാനുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ പൊതുമിടമായി കേരളീയം തുടരുക തന്നെ ചെയ്യും.
വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ റോബിൻ, ശ്രീ NP രാജേന്ദ്രൻ, ശ്രീ BRP ഭാസ്കർ, ശ്രീ O അബ്ദുറഹ്മാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.